ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേഷ്യൽ ഹെയറിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഫേഷ്യൽ ഹെയർ നമുക്ക് ഇൻസ്റ്റാൻ്റ് ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പുറത്ത് പോവുകയാണ്, സഡനായിട്ട് നമ്മുടെ ഫേസിൽ നല്ല ഹെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ചില പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഹെയർ റൂട്ടിൽ കൂടെ ഈ മുടിയൊക്കെ റിമൂവ് ആവും, അതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ലുക്ക് ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പം കാണാൻ പറ്റുമല്ലോ, നമുക്ക് കുറേ ഇപ്പം വൈറലായിട്ട് കാണാൻ പറ്റിയ പൊടികൾ. അപ്പോൾ അതിൽ നിന്ന് ഒരു പൊടി ഞാനും മേടിച്ചേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിക്കകത്ത് നമ്മൾ ജസ്റ്റ് വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ബ്രഷ് തന്നിട്ടുണ്ട്. ആ ബ്രഷ് നമുക്ക് എവിടെയാണ് ഫേഷ്യൽ ഹെയർ ഉള്ളത് ആ പാർട്ടി അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് എഴുതിയ ഡയറക്ഷൻ പോലെ എത്ര മിനിറ്റ് ആണ് നമ്മൾ വയ്ക്കേണ്ടത് അത്ര നേരം വച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വെറ്റ് ക്ലോത്ത്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വെറ്റ് ക്ലോത്ത് ആണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റമിനകത്ത് എന്താണ് എഴുതിയിട്ടുള്ളത് അതനുസരിച്ചിട്ട് വേണം ചെയ്യാം. അപ്പോൾ വെറ്റ് ക്ലോത്ത് ഒന്ന് നനച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴേക്ക് ഹെയർ റിമൂവ് ആവുന്നത്. പക്ഷേ ഈ പൊടിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പൊടി മണപ്പിക്കുമ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ വല്ലാത്തൊരു മണമാണ്. പണ്ടൊക്കെ ഈ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു പൊടിയൊക്കെ വീട്ടിൻ്റെ ഒരു പൊടിയൊക്കെ വരുമായിരുന്നല്ലോ, അതിൻ്റെ അതേ മണമായിരുന്നു. നാച്ചുറലായിട്ടൊന്നും എനിക്കൊന്നും തോന്നിയില്ല, അതിൻ്റെ ഒരു മണമൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്യാം. പക്ഷെ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് റൂട്ടിൽ കൂടെ ക്ലീൻ ആവുന്നില്ല കേട്ടോ. കയ്യിലൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ ഒന്ന് റിമൂവ് ആയി, പക്ഷെ ഫേസിൻ്റെ ഹെയർ ഇച്ചിരി നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ അതൊന്ന് തിക്കാവില്ലേ. അപ്പോൾ അതിൻ്റെ എന്താ പറഞ്ഞാൽ കുഞ്ഞ് നമുക്ക് ഹെയർ കാണാൻ പറ്റും. കംപ്ലീറ്റ് റൂട്ടായിട്ട് വരത്തില്ല. ചില പാർട്ടി കാണും, ചില പാർട്ടി കാണില്ല. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് നമുക്ക് ട്രിമ്മറാണ്. നമുക്ക് ട്രിമ്മർ യൂസ് ചെയ്യാം. ഈ ട്രിമ്മറിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് ചിൻ പാർട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹെഡാണ് തന്നിട്ടുള്ളത്. വേറൊരു ഹെഡ് തന്നിട്ടുള്ളത് ഓൺലി നമുക്ക് ഈ ഒരു ഐബ്രോ പാർട്ടിൽ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ ഹെഡാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സേഫാണ്. നമുക്ക് ഐബ്രോയിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാനൊരു 3-4 തവണ മേടിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർ തരുന്ന ചാർജിങ് പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ ചാർജിങ് പോയിന്റും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഓൺലൈനൊക്കെ മേടിക്കുവാണെങ്കിൽ നമ്മളൊന്ന് നോക്കേണ്ടത് പ്രോഡക്റ്റ് നന്നായിട്ടുണ്ടോ, പ്രോഡക്റ്റ് കേടാണോ ശരിയാണോ എന്ന് നോക്കണം. നോക്കി ഉടനെ തന്നെ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ശരിയല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ റിട്ടേൺ ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഓൺലൈൻ വാങ്ങുമ്പോൾ ഈ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റിയതാണോ എന്ന് അറിഞ്ഞിട്ട് വേണം മേടിക്കാൻ കേട്ടോ. കാരണം ഒരു പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് കേടാണെങ്കിൽ പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, പൈസയും വേസ്റ്റ് ആവും. അപ്പം മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പം തന്നെ തുറന്ന് നോക്കണം, വീഡിയോ എടുക്കണം തുറക്കുമ്പോൾ ഇത് ശരിയാണോ അല്ലേ. ഇത് 3-4 തവണ ഞാൻ മേടിച്ചു, പിന്നെയും സെയിം തന്നെയാണ് എനിക്ക് കിട്ടിയത്. ചാർജ് ചെയ്യാൻ പറ്റില്ല, കാരണം ഹോൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ചാർജ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രോഡക്റ്റ് കേടായിരുന്നു. അപ്പം ഞാനിത് റിട്ടേൺ കൊടുത്തു. അപ്പം ഈ ഒരു ട്രിമ്മർ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ സണ്ണായിട്ട് നന്നായിട്ട് ഫേഷ്യൽ ഹെയർ വന്നു പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് നമുക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് പേഴ്സി വെച്ചിട്ട് കൊണ്ടുപോകാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഒന്ന് ട്രിം ചെയ്ത് വിടാം. പക്ഷേ ഇതും കംപ്ലീറ്റ് ആയിട്ട് റൂട്ടിൽ കൂടെ വരത്തില്ല. പറഞ്ഞാൽ ലൈറ്റായിട്ടൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ ഹെയർ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഇൻസ്റ്റാൻ്റ് ആയിട്ട് നമുക്ക് ഒരു ചെറിയ റിസൾട്ടിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വാക്സ് ഇപ്പം നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി പാടാണ്. ഈ വാക്സ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് പ്രോഡക്റ്റ് നന്നായിട്ടിരിക്കണം, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നോക്കണം. അതേപോലെ തന്നെ ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള റിക്ക വാക്സ് ആണ്. റിക്ക വാക്സിൻ്റെ ഒരു ബീൻസ് പോലെ സംഭവം കാണും. അതിനകത്ത് നമുക്ക് ബൗളിൽ തന്നെ ചൂടാക്കി അവർ തരും ബൗളിൽ, അത് തന്നെ നമുക്ക് ചൂടാക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് പിടിച്ച് വലിച്ചാൽ മതി. അതിന് സ്ട്രിപ്പിൻ്റെ ആവശ്യമില്ല. അത് ബെസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഹെയർ റിമൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും. എല്ലാവരും പറയും ഇല്ല എന്ന്. ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, പിന്നെ നമ്മളത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം. പറ്റുവാണെങ്കിൽ ഹോം റെമഡീസ് ട്രൈ ചെയ്യാം. 3-4 മാസം കഴിഞ്ഞ് പതുക്കെങ്കിലും അതിൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് സ്ലോ ആവും, കംപ്ലീറ്റ് ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ PCOD, തൈറോയ്ഡ്, ഹോർമോണൽ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫേഷ്യൽ ഹെയർ ഒക്കെ ഉണ്ടാവും. അതിനുവേണ്ടി ഫസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഹോർമോൺ ഇഷ്യൂ ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരിയൊക്കെ ഇതിൽ ഇച്ചിരി മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന റിക്ക വാക്സ് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ വാക്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ അറിയാമെങ്കിലും വാക്സും ബെസ്റ്റാണ്. ഫേഷ്യൽ വാക്സ് നോക്കി വാങ്ങണം. അതേപോലെ തന്നെ ട്രിമ്മറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ട്രിമ്മർ. പക്ഷേ പൊടി എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. അതിൻ്റെ ഒരു മണമൊക്കെ കാണുമ്പോൾ കെമിക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബെസ്റ്റാണ് ഇങ്ങനത്തെ പൊടികളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് സേഫായ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.